ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖമില്ല, പനിയായിരുന്നു. ചെറിയ മോനും എനക്കും പനിയാണ്, തണുപ്പ് പിടിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിന് വൈറൽ ഫീവർ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസം നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുക. ഇന്നിപ്പോൾ പനി കുറവുണ്ട്, പക്ഷേ മോൻ്റെ ക്ഷീണം കുറയുന്നേ ഇല്ല. മോന് നല്ല ക്ഷീണമാണ്, ചെറിയ ആൾക്ക്. വലിയവർ 2 സ്കൂളിൽ പോയിന്. പ്രേമാണിന് ഇന്ന് AKGയിൽ ടെസ്റ്റിന് പോയിട്ടാണ് ഉള്ളത്. കൂടെ ഒരു ഫ്രണ്ടാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിന്ന് പോയിട്ടില്ല. പിന്നെ അമ്മയും ആങ്ങളെയും ഇവിടെ അടുത്തൊരു മരണമുണ്ട്, അവിടെ പോയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ വീഡിയോയിലെ കൂടി ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് വിളിച്ചിട്ടായാലും വീഡിയോയിലെ കൂടി ആയാലും ഇപ്പം മെസ്സേജെല്ലാം ഇടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം മെസ്സേജ് കാണുമ്പോൾ. ഞാനിപ്പോൾ ഒരു ഓണം വരാനായില്ലേ, ഓണം വരാനാകുമ്പോൾ ഞാൻ മറക്കാതെ ഓർമ്മിക്കുന്ന, എപ്പോൾ ഓണത്തിനും മറക്കാതെ ഓർമ്മിക്കുന്ന ഒരു മുഖമുണ്ട്. ആ മുഖം ഇന്നിപ്പോൾ ലോകത്തില്ല. അവരെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് മറ്റാരുമല്ല, ഖദീജുമ്മ. ഇപ്പോൾ ഇല്ല, മരിച്ചിട്ട് കുറച്ചായി. ഒരുപാട് പറയാനുള്ള ഒരാളാണ് ഖദീജുമ്മ. പക്ഷേ ഓണം വരുമ്പോൾ പറയാനിടയായ കാരണം ഞാൻ പറയാം. ശരിക്ക് പ്രേമാണിന് അസുഖമായതിന് ശേഷമുള്ള ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുതിലെ ഓണം ശരിക്കും നമുക്ക് ദാരിദ്ര്യം നിറഞ്ഞത് തന്നെയാണ്. ദാരിദ്ര്യം നിറഞ്ഞതാണെങ്കിൽ കൂടി ഓണത്തിൻ്റെ അന്ന്, ഓണം ആയെന്ന് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ അമ്മേൻ്റെ വീട്ടിലെല്ലാവരും ഒത്തുകൂടും. അന്നത്തെ ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ അന്ന് ശരിക്കും ഓണസദ്യ കഴിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ചിക്കൻ, മീൻ, പിന്നെ മധുരൂട്ട ചായ, അതുവരെ നമുക്ക് മധുരൂട്ട ചായയൊന്നും കിട്ടൂല. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല അനുഭവം നമുക്ക് ഓണത്തിന് അമ്മേൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പം ആടുന്ന നമുക്ക് കിട്ടുക. അല്ലാതെ നല്ല ദിവസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. തണുപ്പ് പിടിച്ചതിൻ്റെ ഒരു പ്രയാസം എനിക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ വീട്ടിലായില്ലേ ഓണം. പിന്നെ ഇവർക്ക് സുഖമില്ലാതെ വന്ന സമയത്തുള്ള ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര നല്ലൊരു ഓണം നല്ലായിരുന്നു. ആദ്യത്തെ അനുഭവങ്ങളിലൊന്നും നല്ലൊരു ഓണമല്ല. എന്നാലും ഓണത്തിൻ്റെ തലേന്ന് നമ്മളിവിടെ ആഘോഷിക്കും. പിറ്റേന്ന് ഇവരുടെ വീട്ടിൽ പോക്കാണ് നമ്മൾ പതിവ്, പ്രേമാട്ടൻ്റെ വീട്ടിൽ പോക്ക്. പക്ഷേ ഏട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ആരും ഉണ്ടാവില്ല. നേരെ ഇവരെ മൂത്തൊരു ഏട്ടൻ്റെ ഭാര്യയും അമ്മയും അച്ഛനുമാണ് അന്നേരം ആ സമയത്ത് ഉണ്ടായത്. ഇപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ്റെ ഭാര്യയും പിറ്റേന്ന് ഏടത്തിമ്മേൻ്റെ വീട്ടിൽ അവർക്ക് ഓണാഘോഷിക്കാൻ പോകേണ്ടതുകൊണ്ട് അവർക്ക് തലേന്ന് അവിടെ ആഘോഷിക്കും. പിറ്റേന്ന് അവരെ വീട്ടിലായിട്ട് ആടെ അങ്ങനെ ഒരു ആഘോഷമൊന്നുമില്ല. അമ്മയും അച്ഛനും അന്നും അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലുള്ള അമ്മയും അച്ഛനാണ് അന്നും ഇന്നും എല്ലാം പ്രേമാൻ്റെ അമ്മയും അച്ഛനും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ശരിക്കും നമ്മളാണ് അമ്മക്കും അച്ഛനും വാങ്ങിക്കൊടുക്കേണ്ടത്. നമുക്ക് വാങ്ങിക്കൊടുക്കാനും പറ്റൂല. നമ്മൾ ഉള്ള ഓലനോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഓണം വരുത്താണ് നമ്മളെ പതിവ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓണ സമയത്ത് ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഓണത്തിൻ്റെ അന്ന് ഞാനിവിടെ എൻ്റെ വീട്ടിലെ അമ്മയും ആങ്ങളെയും മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഓണം ഇവിടെ ആഘോഷിക്കും നമ്മൾ. എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേന്ന് 2ാമത്തെ ദിവസം ഞാനും പിന്നെ പ്രേമാട്ടനും മൂത്ത ആളും ഉണ്ട്. എനിക്ക് 2ാമത്തെ ആളും ആ സമയത്തുണ്ട്. ഖദീജമ്മ ഓണത്തിന് വീട്ടിൽ വരുന്ന സമയത്ത് 2ാമത്തെ ആളുണ്ട്. 2ാമത്തെ മോന് ചെറിയ വയസ്സാണ്, ഓന് 1 വയസ്സായിട്ടില്ല, ചെറിയ മോനാണ്. അന്നത്തെ ദിവസം ഖദീജുമ്മ പ്രേമാൻ്റെ കൂടെ കിത്മ ഡയാലിസിസ് സെൻറ്ററിൽ ഡയാലിസിസ് ചെയ്യുന്ന ഉമ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്ന് 100 രൂപയായിരുന്നു അന്ന് കിത്മയിൽ ഫീസ്, ഡയാലിസിസ് ഫീസ്. മെഡിസിനും കാര്യം നമ്മൾ കൊണ്ടുപോയാൽ 100 രൂപ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഫീസ്. അന്ന് 100 രൂപ കൊടുക്കാനില്ലാതെ പെൻഡിങ്ങിൽ വെച്ച് 1000, 1500, 2000 ആയിക്കഴിഞ്ഞാൽ ശരിക്ക് അവർക്കറിയാം നമ്മളെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു സ്കീമിൽ നമ്മളെ ചേർത്തിട്ട് ആ ഡയാലിസിസ് തന്നെ. പക്ഷെ അതും അടക്കാൻ നിർവാഹമില്ലായിട്ട് ഒരുപാട് തവണ അടച്ചിട്ടുണ്ട്. പിന്നെ അവരെ വീട്ടിലേക്ക് അരിയും സാധനവും വാങ്ങുമ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് സാധനവും കാര്യവും വാങ്ങിയിട്ട് അത് പ്രേമാണിന് കൈമിലെടുക്കാൻ പറ്റുന്ന സാധനമേ വാങ്ങിക്കൊടുക്കുള്ളൂ. കാരണം ഒരു കയ്യിൽ ഡയാലിസിസ് ചെയ്യുന്നതായതുകൊണ്ട് കണ്ണൂരിന്ന് ബസ് കയറി വരേണ്ട ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുത്തു വിടലുള്ളൂ. അപ്പോൾ ഓണം നാളെയാണെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും പോയി. പിന്നെ അന്ന് ഏട്ടൻ്റെ ഭാര്യയുണ്ട്, പെങ്ങൾ അന്ന് പെങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ പ്രേമാട്ടൻ പറഞ്ഞു ഖദീജമ്മ ഫോൺ വിളിച്ചിന്, അവരിങ്ങോട്ട് വരുന്നുണ്ട് പോലും. പിന്നെ അപ്പോൾ
എൻ്റെ വീട്ടിലേക്ക് വീട്ടിൻ്റെ മുറ്റം വരെ ഇന്ന് റോഡുണ്ട്. അന്ന് ഇവിടെയും വരാൻ ബുദ്ധിമുട്ടാണ്, റോഡില്ല. പ്രേമാട്ടൻ്റെ വീട്ടിലേക്കും വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ. അപ്പം ഞാൻ പറഞ്ഞു ഈ വഴിയിലേക്ക് കൂടി എങ്ങനെയാണ് ഉമ്മ കയറി ഇങ്ങോട്ട് വരിക, ശരിക്കും ഒരു കയറ്റാന്ന്. അന്നേരം എന്നോട് പറഞ്ഞു അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയായാലും നമുക്ക് ഉമ്മാനെ കയറ്റാന്ന്. ഉമ്മയും ഉമ്മാരെ 2 മക്കളും, മക്കളെ ഒരു മോളെ ഭർത്താവ്, അവരെ മക്കൾ എല്ലാവരും കൂടി വണ്ടിയിലാണ് അന്ന് വരുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഓർത്തെടുക്കുമ്പോൾ എന്ന് പറയേണ്ട ഒരുപാട്, എനിക്ക് ഇന്ന് ഉമ്മ ലോകത്തില്ല എങ്കിലും എനിക്കായ അനുഭവം പറയാൻ പറ്റാത്തൊരനുഭവമാണ്. ഒരുപാട് ഓണാഘോഷിക്കാനുള്ള ഒരുപാട് വിഭവങ്ങൾ എന്ന് പറയേണ്ടത്, ഒരുപാട് പച്ചക്കറി സാധനങ്ങൾ, പലവ്യഞ്ജന സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങൾ, പിന്നെ എനിക്കും മക്കൾക്കും ഡ്രസ്സ്, ചെരുപ്പ്, ചെറിയ മോന് ചെരുപ്പ് വരെ ആയിട്ടാണ് വയ്യാതെ ഉമ്മ കയറി വരുന്നത്. ആ കയറി വരുന്ന രംഗം അതാണ് തീരെ വയ്യ. പിന്നെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് കയറി വണ്ടി കയറി ഇരുന്നിട്ട് പോകുന്ന ഉമ്മയാണ്. ആ ഉമ്മയാണ് ശരിക്കും നല്ലൊരു കയറ്റമുണ്ട് റോഡ് മുന്ന് വീട്ടിലേക്ക്. ഇന്നാണെങ്കിൽ റോഡ് വഴി വീട്ടിലേക്ക് കയറി വരാൻ പറ്റും. പ്രേമാട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും എല്ലാവർക്കും നല്ലൊരു വിഷമമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടു നിന്ന് എല്ലാവർക്കും, അളിയനുണ്ട്, അന്നാടെ അളിയനുണ്ട്, പെങ്ങളുണ്ട്, ഏട്ടൻ്റെ ഭാര്യ, അമ്മ, അച്ഛൻ, എല്ലാവർക്കും ആ ഉമ്മ കയറി വരുന്ന രംഗം കണ്ടിട്ട് നല്ല വിഷമമായിപ്പോയി. കാരണം 1 ഡയാലിസ്, ആഴ്ചയിൽ 3 ഡയാലിസ് ചെയ്യുന്ന ഉമ്മയാണ്. ശരീരം നന്ന ക്ഷീണം പിടിച്ചതാണ്. അങ്ങനെ ക്ഷീണിച്ച ആ ഉമ്മ ഇത്രയും സാധനമെല്ലാം നമ്മൾ ഓറ മക്കളാണെല്ലാം എടുത്തത്. സാധനം വീട്ടിൻ്റെ മുറ്റത്തെത്തിയാലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മുറ്റത്തെത്തിയാലും പോയി വാങ്ങി എന്നല്ലാതെ മുറ്റത്തേക്ക് എടുത്തു വരുന്നത് മക്കളെല്ലാം ഉമ്മാൻ്റെ കയ്യും പിടിച്ച് കയറ്റി വന്നു. അന്ന് ശരിക്ക് നമ്മൾ വീട്ടിൽ കാര്യങ്ങളെല്ലാം കുറച്ചേരം സംസാരിച്ച് ഉമ്മ പോയി. പിറ്റേന്ന് നമ്മൾ വളരെ നല്ല രീതിയിൽ ഏട്ടൻ്റെ ഭാര്യ, ഫാമിലി മൊത്തം നമ്മൾ എല്ലാവരും ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ ഓണാഘോഷിച്ചു. ഞാനിത് പറയാനിടയായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് ഓണായാലും വിഷു ആയാലും നല്ല ദിവസങ്ങളിൽ ഓരോരുത്തരുടെ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, അതിന് ശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനെയുള്ള സാധനത്തിന് പഞ്ഞം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ കരുതൂ ഒരു ഓണം വരുന്ന ആദ്യം ഒരു അസുഖത്തിൻ്റെ സമയത്തല്ല ശരിക്കും എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള ഒരു ടെൻഷനുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ടെൻഷനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയേണ്ടത്, ഓരോരുത്തരുടെ കൈപ്പുണ്യം അതായിരിക്കും. ഉമ്മ അന്നത് ആ സാധനങ്ങൾ കൊണ്ട് തന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയേണ്ടത്, ഓണമായാലും വിഷു ആയാലും എല്ലാം വളരെ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അസുഖത്തിൻ്റേതായ കഷ്ടപ്പാട്, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് അസുഖത്തിൻ്റെ കഷ്ടപ്പാട് അതുണ്ട്. നല്ല ദിവസങ്ങളിലെല്ലാം ആഘോഷിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ ആവലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നല്ല ദിവസങ്ങളിലെല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കാൻ എനിക്കിന്ന് ദൈവം സഹായിച്ച് പറ്റലുണ്ട്. അത് ഈ ഖദീജുമ്മാൻ്റെ ഒരൊറ്റ കഴിവ് മാത്രമാണ്. ഖദീജുമ്മ അന്ന് ശരിക്ക് എന്താ പറയണ്ടേ, ഓരോരുത്തരുടെ കൈപ്പുണ്യം എന്ന് പറയുന്ന പോലെയാണ് അന്ന് കൊണ്ടുതന്ന എന്താ പറയണ്ടേ, അന്നത്തെ ഒരു ഭക്ഷണ സാധനവും കാര്യവും, അതുപോലെ ഓണത്തിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഓണ സമയത്ത് ഉമ്മ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉമ്മ ഇപ്പോൾ ഇല്ല, ലോകത്തുനിന്ന് പോയി. ഇപ്പോൾ ഒരുപാട് മറ്റ് ആൾക്കാരിലൂടെയാണ് വരുന്നത്. അപ്പോൾ അവരെയെല്ലാം കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയുള്ള ഓരോരോ വ്യക്തികളുണ്ട്. പിന്നെ എന്നെ ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന, പിന്നെ അന്നും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരൊക്കെ വീഡിയോക്ക് മുന്നിൽ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവരെയൊക്കെ വീഡിയോക്ക് മുമ്പ് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാതെ 2 ആളുണ്ട്. ഒരു റോയി ഏട്ടനും ഒരു മാഷും ടീച്ചർ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പേരെടുത്ത് പറയുമ്പോൾ അവർ കരുതും നമ്മളെ പറഞ്ഞില്ലല്ലോ എന്നുള്ളത് വരും. അപ്പോൾ ഈ ഓണം വരാനാകുമ്പോൾ എനിക്ക് ഇന്ന് ഞാനിപ്പോൾ
രാവിലെ എനിക്ക് പുറത്തുനിന്ന് വിറകെല്ലാം എടുക്കേണ്ട കുറച്ച് വിറകും കാര്യമല്ല. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, വിറകെല്ലാം ഉണ്ടായിന്. അപ്പോൾ ആ വിറകെല്ലാം ഞാൻ അടുക്കി കഴിഞ്ഞേരം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയി. ഇപ്പോൾ നമുക്കങ്ങനെയില്ലേ, നല്ല കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഇടയ്ക്കിടെ കടന്നു വരും. എനിക്കെല്ലാം അങ്ങനെയാണ്, ഇടയ്ക്കിടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ കടന്നു വരും. അങ്ങനെ ഒരു കടന്നു വന്ന അതാണ് ഞാൻ പെട്ടെന്ന് കുളിച്ച് മാറ്റി ഞാൻ എന്നിട്ട് വിറകെല്ലാം എടുത്ത് അടുക്കി വെച്ച് അതിന് ശേഷം കുളിച്ച് മാറ്റി അപ്പം തന്നെ ഞാൻ വീഡിയോക്ക് മുമ്പിൽ വന്നിട്ട് എനിക്കിന്ന് ഖദീജുമ്മാനെ കുറിച്ച് തന്നെ എനിക്ക് പറയണം, എനിക്ക് ഖദീജുമ്മേനെ വീഡിയോയിലേക്ക് കൂടി ആളുകളിൽ എത്തിക്കണം എന്നുള്ളത്. ഇപ്പോൾ ആളുണ്ടെങ്കിൽ ഞാനൊന്ന് വീഡിയോയിലേക്ക് കൂടി കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഇപ്പം മോളുണ്ട്, മോളുമായിട്ട് എനിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ശരിക്ക് എന്താ പറയണ്ടേ, അങ്ങനെയുള്ളവരെ സ്വർഗത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പോലെ ഞാൻ എപ്പോഴും ഇപ്പോൾ സഹായിച്ചവരാന്നല്ല, ജീവിതത്തിൽ ഈ സാധനങ്ങൾ തന്ന് സഹായിച്ചതല്ല, ഒരു വാക്കുകൊണ്ട് പോലും. ഇപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഹെൽപ്പ് എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കലാണെന്ന്, നമ്മൾ ഒരിക്കലും അതല്ല ഹെൽപ്പ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടായിട്ട് ഒരുപാട് തന്നാൽ അതല്ല ഹെൽപ്പ്. പക്ഷേ ഒരു വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വാക്കുകൊണ്ട് ഒരാശ്വാസം തരുന്നവർ, അത് തന്നെയാണ് ഹെൽപ്പ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും ഞാൻ മറക്കാതെ ഓർക്കലുണ്ട്, എല്ലാവരും ഓർക്കുന്നവരാണ് ഞാൻ. ഒരു ദിവസം ഓരോരുത്തരുടെ കാര്യം എന്തായാലും ഓർക്കാതിരിക്കലില്ല. പക്ഷേ പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത് ഓണാകാൻ നോക്കുമ്പോൾ ഓണത്തിനെ കുറിച്ച് കുറച്ച് നേരത്തെ അമ്മ ഇങ്ങനെ വിറകെടുക്കുമ്പോൾ ഞാനും അമ്മയും കൂടി വിറകെടുക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഓണത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എൻ്റെ മനസ്സിലൂടെ ഓടിയ ഒരു കാര്യമാണ് ഈ ഖദീജുമ്മ. അത് ഞാനിപ്പോൾ വീഡിയോയിലേക്ക് കൂടി പറഞ്ഞതാണ്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെന്തിനാ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ വന്ന് പറയുന്നതെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഞാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം പോരല്ലോ. കാരണം ഇങ്ങനത്തെ നന്മയുള്ള മനുഷ്യന്മാർ ലോകത്തുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. പിന്നെ അതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഖദീജുമ്മാനെ കുറിച്ച് നിങ്ങളോട് പറയാൻ പറ്റിയ ഒരവസരവും കൂടി ആയി, ഞാനത് ഉപയോഗിച്ചു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ബൈ.